ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിവിടെ ഈ ഒരാഴ്ചത്തെ പ്രഭാഷണ പരമ്പരയിൽ ഒറ്റ വിഷയമേ വെച്ചിട്ടുള്ളൂ, കർമ്മത്തെ സംബന്ധിച്ച്. കർമ്മരഹസ്യം. എന്തിനീ വിഷയം എന്ന് തുടക്കത്തിൽ പറഞ്ഞു. മനുഷ്യന്റെ സവിശേഷത, അവൻ ഏത് കർമ്മത്തെ തെരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചാണ് അവന്റെ ഭാവി എന്നതാണ്. തൻ്റെ മുന്നിൽ വരുന്ന സാധ്യതകളെ, ഒന്നിലധികം സാധ്യതകളെ അപഗ്രഥിക്കാനും ഏത് സ്വീകരിക്കണം ഏത് തള്ളണം എന്ന് നിശ്ചയിക്കാനും അധികാരമുള്ളവനാണ് മനുഷ്യൻ. മനുഷ്യനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും പ്രധാനമാണ്. ഏതിനെ താൻ തെരഞ്ഞെടുക്കുന്നുവോ, ഏത് മേഖലയിലായാലും അത് മുഖ്യമാണ്. സാധ്യതകളെ അപഗ്രഥിച്ച് നാം തെരഞ്ഞെടുക്കുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി. ഇവിടെ അവശ്യം കർമ്മത്തിന് സംസ്കാരരൂപമായ ഫലം സംഭവിക്കുമെന്നും ആ സംസ്കാരം വാസനയെ ഉണ്ടാക്കുന്നത് വഴി വീണ്ടും കർമ്മത്തിന് പ്രേരകമാകുമെന്നും, അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ കർമ്മബദ്ധരായി തീരുമെന്നും ശ്രദ്ധിച്ചു. കർമ്മബദ്ധരാവാതിരിക്കാൻ എന്താണ് മാർഗം? അവിടെയാണ് കർമ്മത്തെക്കുറിച്ച് ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം. കർമ്മം, വികർമ്മം തുടങ്ങിയ വ്യത്യാസങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചു. കർമ്മവും ഫലവും തമ്മിലുള്ള പാരസ്പര്യം അതിനെ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഫലസംബന്ധിയായ മമത്വത്താലാണ് ബന്ധിക്കപ്പെടുന്നത്, അല്ലാതെ കർമ്മത്താലല്ല. ഈ മമത്വത്തിന്റെ അർത്ഥരാഹിത്യത്തെക്കുറിച്ച് ചിന്തിച്ചു. എങ്ങനെ അതിനെ അതിക്രമിക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ, ഫലത്തിൽ അധികാരമില്ല എന്നുള്ള സിദ്ധാന്തത്തെ നമ്മൾ ശ്രദ്ധിച്ചത്. ഫലം സ്വാഭാവികമായി വന്നു ചേരുന്നു. എത്ര നന്നായി കർമാചരണം ചെയ്യാമോ അത്ര നന്നായി കർമാചരണം ചെയ്യും. സ്വാഭാവികമായി ഫലം നന്നാവും. അല്ലാതെ ഫലത്തിൽ നമുക്ക് അധികാരമില്ല. ഇതൊരു കേവല യാഥാർത്ഥ്യമാണ്. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന.
അതുകൊണ്ട് ഫലകാമന ഇല്ലാതെ കർമാചരണം ചെയ്യുന്നതിനെ കുറിച്ച് അത് കർമ്മയോഗമാണെന്ന് നാം പഠിച്ചു. കർമ്മവും കർമ്മയോഗവും വളരെ അന്തരമുണ്ട്. ഭഗവാൻ തന്നെ തൻ്റെ ഗീതോപദേശത്തിൽ പറയുന്നുണ്ട്, ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ എന്ന്. ഹേ ധനഞ്ജയ, ഹേ അർജുന, സമത്വബുദ്ധി, സിദ്ധിയിലും അസിദ്ധിയിലും കർത്താവിനുണ്ടാകുന്ന സമത്വബുദ്ധി, അതാണ് യോഗം. എനിക്ക് ഈ കർമ്മ നിർവഹണമേ സാധിക്കൂ. കർമ്മം ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥ ചെയ്യാനും എനിക്ക് അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നന്നായി ചെയ്യാം, മോശാക്കി ചെയ്യാം, ചെയ്യാതിരിക്കാം. ഏത് കർമ്മവും വേണ്ടതുപോലെ ചെയ്യാം, ചെയ്യരുതാത്തതുപോലെ ചെയ്യാം, ചെയ്യാതിരിക്കാം. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി കർമ്മത്തിൽ അധികാരമുണ്ട്. എന്നാൽ ഫലത്തിൽ അധികാരമില്ല. ഫലം സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കി തൻ്റെ കർത്തവ്യം ഇതാ ഞാൻ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു, ഇത്രേ എനിക്ക് സാധിക്കും എന്ന ദൃഢമായ ബോധമുണ്ടെങ്കിൽ സിദ്ധ്യസിദ്ധ്യോഹോ സമോഭൂത്വ, സിദ്ധിയിലും അസിദ്ധിയിലും സമനായി. അങ്ങനെയുള്ള യാതൊരു സമത്വമുണ്ടോ അതിന് പറയുന്ന പേരാണ് യോഗം, കർമ്മയോഗം. നമ്മൾ ചിന്തിച്ചതാണ് ഇവിടെ. ഈ സമത്വബുദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം കർമ്മയോഗമായി തീർന്നു. കർമ്മയോഗത്തെക്കാൾ എത്രയോ നികൃഷ്ടമാണ് കർമ്മം, അഥവാ കർമ്മത്തെക്കാൾ എത്രയോ ഉത്കൃഷ്ടമാണ് കർമ്മയോഗം. ഒരേ കർമ്മമാണ്, കർമ്മം മാറുന്നില്ല. ഇന്നലെ വരെ ഫലകാമനയോടുകൂടി ചെയ്തിരുന്ന അതേ കർമ്മമാണ് ഇന്നും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മനോഭാവം മാറിയിരിക്കുന്നു, കർമ്മത്തോടുള്ള നമ്മുടെ സമീപനം മാറിയിരിക്കുന്നു, ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം മാറിയിരിക്കുന്നു. അതോടുകൂടി ഇന്നലെ വരെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്ന, ബന്ധനമുണ്ടാക്കിയിരുന്ന കർമ്മങ്ങൾ ബന്ധകാരി അല്ലാതായി തീരുന്നു. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ. ഹേ ധനഞ്ജയ, അർജുന, സമത്വബുദ്ധിയോടുകൂടിയ കർമ്മയോഗത്തെക്കാൾ എത്രയോ നികൃഷ്ടമാണ് കർമ്മം. കുറച്ചുകൂടി നല്ല ഭാഷ പറഞ്ഞാൽ കർമ്മത്തെക്കാൾ എത്രയോ ഉത്കൃഷ്ടമാണ് കർമ്മയോഗം. ഇത് മനസ്സിലാക്കി നമ്മൾ ആചരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അവിടെയാണ് പ്രായോഗികമായൊരു പ്രശ്നം വന്നത്. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ കർമ്മത്തോട് ബന്ധപ്പെട്ട് അറിയാതെ മമത്വബുദ്ധി വന്നു ചേരുന്നു. അറിയാതെ വന്നു ചേരുകയാണ്. അപ്പോ ഈ എൻ്റെ എന്നുള്ള മമത്വ ചിന്ത ഇല്ലാതെ കർമ്മം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതെങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാം? അവിടെയാണ് വലിയൊരു ഉപായം, കർമ്മയോഗത്തെ നേടിയെടുക്കുന്നതിനുള്ള ഉപായം ഭഗവാൻ ഉപദേശിച്ചത് നാം ചിന്തിച്ചു. ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യൂ. എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് ഞാൻ ഭഗവാനെ പൂജിക്കുകയാണ് ചെയ്യണത് എന്ന മനോഭാവം എപ്പോൾ നമ്മളിൽ വരുന്നോ സ്വാഭാവികമായി ഫലത്തിൽ പ്രസാദ ബുദ്ധി കൈവരും. അതുകൊണ്ട് ഫലകാമന ഇല്ലാതെ കർമ്മം ചെയ്യുക എന്ന് പറയേണ്ടതില്ല. പകരം ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുക എന്ന് പറയുക. അതെങ്ങനെ സാധിക്കും? വെറുതെ ഈശ്വരാർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, ഒരു പ്രയോജനമില്ല. ഞാൻ ചെയ്യണതൊക്കെ ഭഗവാനിൽ അർപ്പിച്ചാ ചെയ്യണത് എന്ന് വാക്ക് പറഞ്ഞത് കൊണ്ടൊരു പ്രയോജനവുമില്ല. അപ്പോഴാണ് ഈ പ്രപഞ്ച വ്യവസ്ഥയെ ഒന്ന് നിരൂപണം ചെയ്യാൻ പറയുന്നത്.
നിരന്തരം നിരവധി കർമ്മവ്യാപാരങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിസൂക്ഷ്മമായ ഒരണു കണത്തെ വിചാരത്തിന് വിധേയമാക്കിയാലും നമുക്കാകാവുന്നത്ര വൈപുല്യമാർന്ന പ്രപഞ്ചത്തെ മൊത്തം നിരീക്ഷിച്ചാലും നാം കണ്ടറിയുന്നു, നിരന്തരം നിരന്തരം ഈ പ്രപഞ്ചത്തിൽ മഹാകർമ്മങ്ങൾ നടക്കുകയാണ്. എവിടെയും ഓരോ കർമ്മവും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അതിനൊക്കെ പിന്നിൽ അചിന്ത്യമായ ഒരു ഇച്ഛാശക്തിയുടെ പ്രവർത്തനം. അതെ, ഒരു മൊട്ട് പൂവായി വിടരുന്നതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസം, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസം നമ്മുടെ നിരീക്ഷണത്തിന് വിധേയമാക്കുക. ഈ ശരീരസംഘാതത്തിനുള്ളിലുള്ള നിരവധി കോശങ്ങളുടെയോ കോശ സമൂഹങ്ങളുടെയോ ടിഷ്യൂകൾ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുക. ഇവിടെ നോക്കിയാലും അവിടെ നോക്കിയാലും എല്ലായിടത്തും നമ്മൾ കാണുന്നു, നിരന്തരം സംഭവിക്കുന്ന കർമ്മങ്ങളുടെ മുഴുവൻ പിന്നിൽ വലിയൊരു ഇച്ഛാശക്തിയുടെ പ്രവർത്തനം. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ കർമ്മം എൻ്റെ കർമ്മം എന്ന് നമ്മൾ ഓരോരുത്തർ പറയുന്നത് കേവലം മിഥ്യാഭിമാനം കൊണ്ട് മാത്രമാണ്. ഈ തിരിച്ചറിവ് കൈവരുമ്പോൾ ഭഗവാൻ അവിടുത്തെ കർമ്മം ഇതാ അവിടുത്തത് തന്നെ. ഇങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധി സമ്പാദിക്കാം. ഈശ്വരാർപ്പണ ബുദ്ധി സമ്പാദിക്കുമ്പോൾ അത് സ്വാഭാവികമായി വളരെ ഉയർന്ന കോടിയിലുള്ള ഭക്തിയായി പരിണമിച്ചു. പലപ്പോഴും ഭക്തിയൊന്ന് വേറെ, കർമ്മമൊന്ന് വേറെ എന്നൊക്കെ ധരിക്കാറുണ്ട്. അതില്ല. ഈ ഈശ്വരാർപ്പണ ഭാവം എപ്പോൾ നമുക്ക് കൈവന്നുവോ അപ്പം അത് ഭക്തിയായി, ഈശ്വരനിലുള്ള സേവനമായി. സേവനമാണ് ഭക്തി, സേവാഭാവമാണ് ഭക്തി. ഭക്തന് എല്ലാം ഭഗവത് പ്രസാദം. അതുകൊണ്ട് ഈ ഒരു സമത്വ ബുദ്ധിയോടുകൂടി ജീവിക്കേണ്ടുന്നതിൻ്റെ അത്യാവശ്യകത നമ്മൾ ചിന്തിച്ചു. ഈ ഒരു കർമ്മയോഗത്തെ പറഞ്ഞപ്പോഴാണ് വേറൊരു സംശയം പൊന്തി വന്നത്. ശരിയാണ്, 100% ശരിയാണ്. എങ്കിൽ തന്നെയും നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരല്ലേ, പല തൊഴിലുകളിൽ ഏർപ്പെട്ടവരല്ലേ. കച്ചവടത്തിലും വ്യവസായത്തിലും കൃഷിയിലും കർമ്മയോഗം എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? എല്ലാ മേഖലകളിലും നമുക്ക് ഉയരണ്ടേ? തീർച്ചയായിട്ടും ഉയരണം. അപ്പൊ കർമ്മത്തിലൂടെയുള്ള ജീവിത വിജയം എങ്ങനെയാണ്? അതെന്തെല്ലാം ഘടകങ്ങളെ അപേക്ഷിച്ചിരിക്കുന്നു? ഈ ചിന്തയാണ് നമ്മളെ വളരെ വിശദമായി ഒരാലോചനയിലേക്ക് നയിച്ചത്. അവിടെ ഒരു കർമ്മ ഫലസിദ്ധിക്ക് എന്തെല്ലാം ഘടകങ്ങളുണ്ട് എന്നതാണ് നമ്മൾ ആലോചിച്ചത്. അവിടെ നമ്മൾ ചിന്തിച്ചു, അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാഃ ദൈവം ചൈവാത്ര പഞ്ചമം എന്ന്. ഈ 5 ഘടകങ്ങളെ ശ്രദ്ധിക്കണം. അധിഷ്ഠാനം, കർത്ത, കരണം ച വിവിധാശ്ച പൃഥക് ചേഷ്ടാഃ. അധിഷ്ഠാനവും കർത്താവും കരണവും ചേഷ്ടകളും 4 പിന്നെ ദൈവവും. ഈ 5 അടിസ്ഥാനത്തിലാണ് എല്ലാ കർമ്മഫല സിദ്ധിയും ഉണ്ടാവുന്നത്. ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നത് 5 നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ ദിവസം, വീണ്ടും ആവർത്തിക്കുന്നില്ല. വീണ്ടും ആവർത്തിച്ചാൽ തന്നെ പറഞ്ഞിരിക്കും, അതിലർത്ഥമില്ല. മാത്രമല്ല 7 ദിവസം അല്ല 700 ദിവസം പറഞ്ഞാലും കർമ്മത്തെക്കുറിച്ച് തീരില്ല. എങ്കിലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. ഒന്ന്, നോക്കൂ, നമ്മളൊക്കെ ജീവിതത്തിൽ സുഖമിച്ഛിക്കുന്നവരാണ്.
വ്യത്യസ്തങ്ങളായ മേഖലകളിലുള്ള ഫലങ്ങളെ, കർമ്മഫലങ്ങളെ ആഗ്രഹിക്കുന്ന നമ്മൾ സുഖമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. സുഖമുണ്ടാവണം. സുഖപ്രാപ്തിക്ക് സത്വത്തിന്റെ കാര്യമാണ് സുഖമെന്നറിയണം. രജസിന്റെ കാര്യം ദുഃഖമെന്നറിയണം. തമസിന്റെ കാര്യം മോഹമെന്നറിയണം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളെ സാത്വികമാക്കുക. അതിനെക്കുറിച്ച് വിശദമായി കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേപ്സുനാ കർമ്മ എത്തത് സാത്വികമുച്യതേ. നമ്മൾ വിശദമായി ചിന്തിച്ചു ഇവിടെ. അതുപോലെ വളരെ പ്രധാനമാണ് കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നവൻ. കർത്താവ് സാത്വികനായിരിക്കണം. നമ്മൾ വിലയിരുത്തുക, നമ്മളെ സ്വയം വിലയിരുത്തുക. ഓരോ കർമ്മതന്ത്രത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇപ്പൊ വെറുതെ ഇരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ സാത്വികനാന്ന് ഓരോരുത്തരും പറയും. ഞാൻ വളരെ സാത്വികനാ, ബാക്കിയുള്ളവരൊക്കെ താമസികന്മാരും രാജസികന്മാരുമാണ്, ഞാൻ സാത്വികനാ സ്വാമി എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ വിലയിരുത്തും. എപ്പോ? വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ പോരാ. ഓരോ കർമ്മവ്യാപാരവുമായി ബന്ധപ്പെടുമ്പോൾ, ക്രിയ ചെയ്യുന്ന സമയത്ത്, ലോകത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, അവനവന്റെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുന്ന സമയത്ത്, ലൗകികവും വൈദികവുമായ കർമാചരണങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, എങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോഴേ നിർണയിക്കാൻ പറ്റൂ നമ്മളിൽ ഏത് ഭാവമാണ് കൂടുതലെന്ന്. ഒന്നും ചെയ്യാതെ ഒരാൾ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അയാൾക്ക് ആരോടും അസൂയ ഉണ്ടാവില്ല, ആരോടും ദേഷ്യം ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രവർത്തന മേഖലയിൽ വരുമ്പോഴാണ് നമ്മുടെ മനോഭാവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. വ്യക്തികളോടുള്ള പ്രതികരണം, സമൂഹത്തോടുള്ള പ്രതികരണം, സമാനന്മാരോടുള്ള പ്രതികരണം, അസമാനന്മാരോടുള്ള പ്രതികരണം. അതെ, ഇങ്ങനെ നമുക്ക് നമ്മളെ നിരൂപണം ചെയ്യാൻ കഴിയണം. വ്യത്യസ്ത കർമ്മവ്യാപാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന പ്രതികരണ ഭേദങ്ങളെ എങ്ങനെ, അപ്പോഴേ നമുക്ക് സാത്വിക ഭാവം, രാജസിക ഭാവം, താമസിക ഭാവം സ്വയം തന്നിൽ വിലയിരുത്താൻ പറ്റും. ഇത് വളരെ ശ്രദ്ധിക്കുക. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സാത്വിക കർത്താവിനെയാണ് പറഞ്ഞത്. ഇന്നലെ സാത്വിക കർത്താവ് മുക്തസംഗോ നഹംവാദി ധൃത്യുത്സാഹ സമന്വിതഃ സിദ്ധ്യോർ നിർവികാര. ഈ ലക്ഷണം നമ്മൾ ഇന്നലെ വിശദമായി പറഞ്ഞു. മുക്തസംഗ, അനഹംവാദി, ധൃതിയും ഉത്സാഹവുമുള്ളവൻ. സിദ്ധ്യോഹോ നിർവികാര, സിദ്ധിയിലും അസിദ്ധിയിലും നിർവികാരൻ. ഇങ്ങനെയുള്ള ആളാണ് സാത്വിക കർത്താവ് എന്ന് പറഞ്ഞു. പരമാവധി സുഖമിച്ഛിക്കുന്നവർ സാത്വിക കർത്താക്കളാവണം. അതിന് പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ നേടാവുന്നതേ ഉള്ളൂ. പരിശ്രമിച്ചാൽ സാധിക്കാത്തൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഭഗവത്ഗീതയിലായാലും മറ്റു വൈദിക ശാസ്ത്രങ്ങളിലായാലും എന്തുപദേശിക്കുന്നുണ്ടോ ഒക്കെ പരിശ്രമം കൊണ്ട് ഈ ലോകത്തിൽ നേടാൻ കഴിയുന്നതാണ്. അപ്രായോഗികമായ ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഭഗവാൻ. അപ്പോൾ സാത്വിക കർത്താവാകണം. സാത്വിക കർത്താവാകണമെന്ന് പറയുമ്പോൾ തന്നെ രാജസിക, താമസിക കർത്താക്കളുടെ ഭാവം നമ്മൾ എങ്ങനെയെന്ന് മനസ്സിലാക്കണം. ഇവിടെ സാത്വിക കർത്താവ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. മുക്തസംഗ, സംഘമൊഴിഞ്ഞവൻ. മമത്വസംഗം, അനഹംവാദി,
ഞാൻ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലാത്തവൻ ഞാൻ ചെയ്താലേ നേരെയാവും, ഞാൻ ചെയ്താൽ നേരെയാവുമെന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും, ഒന്നും പറയാൻ വയ്യ. അങ്ങനെയൊന്നും ഇല്ലാത്തവൻ അനഹംവാദി ധൃതി ഉത്സാഹ സമന്വിത, നല്ല മനക്കരുത്തും തൻ്റെ ഇടവും ഉത്സാഹവും തികഞ്ഞവൻ. അതേ സമയത്ത് സിദ്ധ്യസിദ്ധ്യോഹോ നിർവികാര, ഫലസിദ്ധിയിലും അസിദ്ധിയിലും യാതൊരു വികാരഭേദവും ഇല്ല. കാരണം ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, അതിനപ്പുറം എനിക്ക് എന്ത് സാധിക്കും? ഫലം സ്വാഭാവികമായി വന്നു ചേരേണ്ടത്. ഈ ഒരു തിരിച്ചറിവോടുകൂടി ജീവിക്കുന്ന കർത്താവാണ് സാത്വിക കർത്താവ്. സാത്വിക കർത്താവിന് എപ്പോഴും സുഖം ഉണ്ടാവും. ചിന്തിക്കുക. അപ്പോൾ ആരാണ് രാജസിക കർത്താവ്? അത് ഒഴിവാവണല്ലോ, അങ്ങനെ അല്ലാതാവണല്ലോ നമുക്ക്. രാഗി കർമ്മഫല പ്രേപ്സുഹു ലുബ്ധോ ഹിംസാത്മകോ ശുചിഃ ഹർഷശോകാന്വിത കർത്ത രാജസ പരികീർത്തിതഃ. രാജസിക കർത്താവ്, രാഗി, രാഗത്തോടൊത്തവൻ. രാഗം എന്ന് പറഞ്ഞാൽ സുഖത്തിനായിക്കൊണ്ട് പ്രാപ്തമായ വസ്തുവെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മനോഭാവമാണ് രാഗം. അതിനോട് ചേർന്നിരിക്കുക. ഒരാളുടെ പോക്കറ്റിൽ ഒരു പെണ്ണ് കണ്ടു, തരക്കേടില്ല, നല്ലതാ, കുഴപ്പമില്ല കേട്ടോ, എന്ത് വസ്തുവയും നല്ലതാണെന്ന് കാണുന്നതിനൊരു കുഴപ്പമില്ല, സുന്ദരമാണ്, ഒരു കുഴപ്പമില്ല, എന്താ സൗന്ദര്യം ആസ്വദിച്ചുകൂടെ? തീർച്ചയായിട്ടും ആസ്വദിക്കാം. പക്ഷേ അറിയാതെ അടുത്ത ഘട്ടത്തിൽ തോന്നുക ഇത് എനിക്കായാൽ തിരക്കേടില്ല. അവിടെ നമ്മൾ ബന്ധിക്കപ്പെടാൻ തുടങ്ങി. അത് തിരക്കേടില്ല, നല്ലതാണ്, ഭംഗിയുള്ളതാണ് എന്ന് തോന്നിയാൽ ഒരു കുഴപ്പമില്ല, എന്താ കുഴപ്പം? പക്ഷേ അറിയാതെ അതിൻ്റെ പിന്തുടർച്ച തോന്നുകയാണത് എനിക്കായാൽ തിരക്കേടില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ നമ്മൾ അനേക ന്യായവാദങ്ങളെ സ്വയം കണ്ടെത്തും. അത് അവനുള്ളതിനേക്കാൾ നന്നാവും എനിക്കായാലാ. ഒന്നുകിൽ ചോദിക്കും, അല്ലെങ്കിൽ മോഷ്ടിക്കും, എങ്ങനെയെങ്കിലും അവൻ്റെ കൈവശമുള്ള വസ്തു എൻ്റെ കൈവശമാക്കും. ഇപ്പം അത് വെച്ചുകൊണ്ടിരിക്കാനൊരു സന്തോഷം. അതിങ്ങനെ ചേർന്നിരിക്കുക, അത് വെച്ചുകൊണ്ടിരിക്കുക, അത് എൻ്റെതാണെന്ന് ആലോചിക്കുക, അതിനോട് ചേർന്നിരിക്കുക. ഒരു പെണ്ണ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഏതും ആവാം. ഇതാകുന്നു രാഗം. രാഗപ്രേരിതനായി പ്രവർത്തിക്കുന്നവൻ രാഗി, രാഗത്തോടൊത്തവൻ. സദാ രാഗിയായിരിക്കുന്നവൻ, രാഗത്താൽ മാത്രം പ്രേരിതനായിരിക്കുന്നവൻ. ഇവിടെ ഭഗവാൻ മറ്റൊരു പ്രകരണത്തിൽ പറയും, നമ്മുടെ ഏറ്റവും പ്രധാന ശത്രുക്കള് ഈ രാഗവും ദ്വേഷവുമാണെന്ന് ഓർമ്മിക്കൂ. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രാഗദ്വേഷങ്ങളാണ്, വേറെ ആരുമല്ല. നമ്മൾ പലപ്പോഴും പുറമേയുള്ളവരെ ശത്രുക്കളായി കാണാറുണ്ട്. പുറമേ അല്ല നമ്മുടെ ശത്രുക്കളുള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രാഗദ്വേഷാദി ദ്വന്ദ്വങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ. അവരാണ് നമ്മെ അധപതിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, രാജസിക കർത്താവ് രാഗിയാണ്. രാഗി കർമ്മഫല പ്രേപ്സുഹു, കർമ്മഫല പ്രേപ്സുഹു, കർമ്മഫലത്തെ അത്യന്തമായി ആഗ്രഹിക്കുന്നവൻ, അത്യന്തമായി കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവൻ. വേറൊന്നും, കർമ്മം ചെയ്യുന്നു, പക്ഷെ ചെയ്യുന്നത് മുഴുവൻ ഈ ആഗ്രഹത്താൽ പ്രേരിതനായിട്ടാണ്. പലപ്പോഴും
അറിയാതെ നമ്മൾ അങ്ങനെയായി പോകുന്നു. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു അനുബന്ധം മാത്രം ചിന്തിച്ച് ഇതിലെന്ത് കിട്ടും, ഇതിലെന്ത് കിട്ടും, ഇതിലെന്ത് കിട്ടും. കിട്ടണം, തീർച്ചയായിട്ടും കിട്ടണം എന്നല്ല, കിട്ടുകയും ചെയ്യും. കാരണം കർമ്മത്തിന് ഫലം എന്നുള്ളത് അവശ്യ നിയമമാണ്, ആർക്കും ലംഘിക്കാൻ കഴിയാത്ത നിയമമാണ്. കർമ്മത്തിന് അവശ്യം ഫലമുണ്ട്. അതുകൊണ്ട് ചെയ്തോ കിട്ടുന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ എന്ത് കിട്ടും എന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അതിനാൽ ബദ്ധരാവുകയാണ്. അതാണ് ഇവിടെ പറയണത് കർമ്മഫലപ്രേപ്സുഹു, കർമ്മഫലത്തെ അത്യന്തമായി ആഗ്രഹിക്കുന്നവൻ. അതാണ് രാജസിക കർത്താവിന്റെ മറ്റൊരു ലക്ഷണം. ലുബ്ധ, ലുബ്ധൻ. ലുബ്ധൻ എന്ന് പറയുമ്പോ എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് മാത്രമല്ല, ന്യായമായി ചെലവഴിക്കാൻ മടിയുണ്ടാവും. എത്ര കിട്ടിയാലും മതിയാവില്ല, അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാൻ മടി, ലുബ്ധൻ. അതായത് ഒരു കർത്താവാകുമ്പോൾ ക്രിയാനിഷ്പത്തിക്ക് വേണ്ടി നമ്മൾ പലതും ചെലവാക്കേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും. നമ്മുടെ സമ്പത്ത് പലതരത്തിലാവാം. നമ്മുടെ സമ്പത്തിന്റെ വിനിമയം കൂടാതെ ഒരു ക്രിയാനിഷ്പത്തി ഉണ്ടാവില്ല. സമ്പത്ത് പലതാവാം. ചിലപ്പോൾ അത് ധനമാകാം, ചിലപ്പോൾ മറ്റേതെങ്കിലുമൊക്കെ ശക്തികളാവാം, നമ്മുടെ സമാഹരിച്ച നമ്മുടെ ശക്തിയാവാം, പലതാവാം. എന്തെങ്കിലും ഒരു വ്യയം ചെയ്യാതെ, സമ്പത്തിന്റെ വ്യയം ചെയ്യാതെ ആർക്കും ക്രിയാനിഷ്പത്തി ഉണ്ടാവില്ല, ഉറപ്പ്. പക്ഷെ ചെലവാക്കാൻ, ആവശ്യത്തിന് പോലും ചെലവാക്കാൻ തോന്നായിക. ലുബ്ധ. ഹിംസാത്മക, അതാണ് രാജസിക കർത്താവിന്റെ മറ്റൊരു ലക്ഷണം. ഹിംസാത്മക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകളെ കൊണ്ടും തൻ്റെ കർമ്മത്തിന്റെ ഭാഗമായി പരമാവധി മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ചെയ്യാനുള്ളത് ചെയ്യും. രാജസിക കർത്താവായതുകൊണ്ട് നല്ലപോലെ പ്രവർത്തിക്കാതെ ഒന്നും ഇരിക്കില്ല. പക്ഷെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ ഹിംസയാണവൻ. മറ്റുള്ളവരെ മനസ്സ് നോവിപ്പിക്കാൻ, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ആവുന്നത് അതിൻ്റെ ഉള്ളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. താൻ തൻ്റെ പണി ചെയ്യുകയും ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാനാവുന്നത് പരിശ്രമിക്കും. അതിലൊരു സന്തോഷം. ഹിംസാത്മക. ഇത് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ ചെന്നിട്ട് താടിക്ക് കൈയും കൊടുത്തല്ല, ഇങ്ങനെ പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടില്ലേ, ഞാനത് അറിഞ്ഞേ. കേൾക്കുമ്പോൾ തോന്നും വലിയ സ്നേഹത്ത് പറയാം. ഹിംസാത്മക. അയാളെ ദുഃഖിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ്. അതിനെങ്ങനെയെങ്കിലും ഉപായങ്ങൾ ഉണ്ടാക്കും. തൻ്റെ കർമ്മവ്യാപാരത്തോട് ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാൻ, ക്ലേശിപ്പിക്കാനുള്ള പരിശ്രമം. ഹിംസാത്മക. അശുചിഹി, ശുചിയല്ലാത്തവൻ, അശുദ്ധ വ്യവഹാരങ്ങളെ ചെയ്യുന്നു. തൻ്റെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് കള്ളവും പറയും, എന്ത് നുണയും പറയും, ആരെ വേണമെങ്കിൽ വഞ്ചിക്കും, ആരെ വേണമെങ്കിൽ, ആരുടെ മുമ്പിലും നല്ല മുഖമൊക്കെ അടിച്ച് വേറെ രീതിയിൽ പ്രവർത്തിക്കും. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒരൊറ്റ വിഷയമേ ഉള്ളൂ രാജസിക കർത്താവിനെ സംബന്ധിച്ച്: എനിക്ക് കാര്യം നടക്കണം, എനിക്ക് കാര്യം നടക്കാൻ ഞാൻ ആർക്കെന്ത് ദോഷം ചെയ്താലും ഒരു കുഴപ്പമില്ല. അശുചി, പറഞ്ഞത് പാലിക്കാതിരിക്കുക, പറയാൻ വിചാരിച്ചതല്ലാത്തത് പറയുക.
അവർ തെക്കോട്ട് പോകാൻ നിൽക്കുമ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ വടക്കോട്ട എന്ന് പറയും. ഒരാവശ്യം ഉണ്ടാവില്ല. അശുചി. സർവോപരി ഹർഷശോകാന്വിത, ഹർഷശോകങ്ങളോട് കൂടിയവനാണ്. എന്തെങ്കിലും ഉദ്ദേശിച്ച കാര്യം ലഭിക്കുമ്പോൾ അത്യധികമായ ഹർഷം, ഉദ്ദേശിച്ച കാര്യം ലഭിക്കാതിരിക്കുമ്പോൾ വിഷാദം, ശോകം. ഇത് രണ്ടുകൊണ്ടും സ്വയം നമ്മുടെ മനസ്സ് തന്നെ വൈഷമ്യത്തെ പ്രാപിക്കുന്നു. ഹർഷം കൊണ്ടും നമ്മുടെ മനസ്സിന് വൈഷമ്യം ഉണ്ടാവുന്നു, ശോകം കൊണ്ടും നമ്മുടെ മനസ്സിന് വൈഷമ്യം ഉണ്ടാവുന്നു. ഹർഷശോകാന്വിത, ഹർഷം ശോകം എന്നിവയോട് ചേർന്നവൻ. ഇങ്ങനെയുള്ള കർത്താവാണ് രാജസിക കർത്താവ്. അപ്പൊ നമ്മള് ഇതൊക്കെ മറ്റുള്ളവരെ തൂക്കാനുള്ളതല്ലെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ നമ്മിലേക്ക് നോക്കുക. ഒരു കർമ്മവ്യാപാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത്, സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത്, വ്യത്യസ്ത പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ എങ്ങനെയാണ് സ്പന്ദനം ഉണ്ടാവുന്നത്, സാഹചര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്, എന്നിട്ട് നമ്മെ ക്രമീകരിക്കുക, വേറുള്ളവരെ ക്രമീകരിക്കാനല്ല. അപ്പോൾ രജസസ്തു ഫലം ദുഃഖം എന്ന് പിന്നെ പറയാൻ പോകുന്നുണ്ട് ഭഗവാൻ. രജസിന്റെ ഫലം ദുഃഖമാണ്. അപ്പൊ രാജസിക കർത്താവായിട്ട് നമ്മൾ ഇരുന്നാൽ നിശ്ചയമായും ഒരു ദുഃഖഫലം വന്നു ചേരാൻ നമ്മൾ സ്വയം കാരണമാകുന്നു. അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം. അപ്പൊ ഈ ഭാവങ്ങൾ നമ്മളിലുണ്ട്, ഇപ്പൊ പറഞ്ഞ ഭാവങ്ങൾ നമ്മളിലുണ്ട്. എന്ത് ചെയ്യും? സാരല്യ. ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്തരുത്, ഒരിക്കലും സ്വയം ശപിക്കരുത്, ഒരിക്കലും ഞാൻ നേരെയാവില്ല എന്ന് പറയരുത്. നമുക്ക് ഏവർക്കും നമ്മെ ഉയർത്താം, നമുക്ക് ഏവർക്കും നമ്മെ താഴ്ത്താം. ഒന്നോർക്കുക, നമ്മെ മാത്രമേ ഉയർത്താനും താഴ്ത്താനും സാധിക്കൂ. ലോകത്തിൽ ഒരാളെ പോലും നന്നാക്കാൻ നമുക്ക് കഴിയില്ല, ചീത്തയാക്കാനും നമുക്ക് കഴിയില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഉപദേശിച്ച് നേരെയായി കളയാൻ നാട്ടുകാരെയൊക്കെ. അസാധ്യം. എനിക്കാകെ ലോകത്തിൽ ഒറ്റയാളെ നന്നാക്കാൻ പറ്റും, ഒറ്റയാളെ. രണ്ടാളെ എനിക്ക് പറ്റില്ല, എന്നെ മാത്രം. മറ്റത് ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, നൊന്തുപറ്റ കുട്ടിയായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, നമുക്ക് നന്നാക്കാനോ ചീത്തയാക്കാനോ കഴിയില്ല. സാഹചര്യങ്ങൾ കൊടുക്കാം. നന്മയിലേക്ക് ഉയരാനുള്ള സാഹചര്യം കൊടുക്കുന്നു, തിന്മയിലേക്ക് താഴാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുന്നു. രണ്ടും നമുക്ക് സാധിക്കും. ഓരോ വ്യക്തിയും സ്വീകരിക്കുന്നത് അവനവന്റെ സംസ്കാര വിശേഷം അനുസരിച്ചാണ്. അതുകൊണ്ട് പറയട്ടെ, നമുക്ക് നമ്മിൽ പരിവർത്തനം വരുത്താം. ഈ നമ്മിൽ വരുത്തേണ്ട പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ സാത്വിക, രാജസിക, താമസിക കർത്താക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോ താമസിക കർത്താവോ ഭഗവാൻ ഗീതയിൽ പറയുകയാണ്, അയുക്തഃ പ്രാകൃതസ്തബ്ധോ ഷഠോ നൈഷ്കൃതികോ ലസഃ വിഷാദി ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യതേ. അയുക്തഃ, പ്രാകൃതഃ, സ്തബ്ധഃ, ഷഠഃ, നൈഷ്കൃതികഃ, അലസഃ, വിഷാദി ദീർഘസൂത്രീ ച. ഇത്രയും ലക്ഷണങ്ങളാ പറയുന്നത്. ശ്രദ്ധിക്കണേ, നമ്മളെ സ്വയം നോക്കാനാണേ, വേറെ ആരെയും നോക്കാനല്ല. അയുക്തഃ, അസമാഹിതഃ, അസമാഹിതൻ, യുക്തമായ അന്തഃകരണമില്ല, ഒന്നിനോടും ചേർന്ന അന്തഃകരണമില്ല, അസമാഹിതമാണ്. അങ്ങോട്ട് പരക്കം പായുന്നു, ഇങ്ങോട്ട് പരക്കം പായുന്നു,
എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എന്താ ചെയ്യരുതാത്തതെന്നറിയില്ല, എന്താ പറയേണ്ടതെന്നറിയില്ല, എന്താ പറയരുതാത്തതെന്നറിയില്ല. അയുക്ത. എവിടെങ്കിലും ഒന്ന് ബന്ധിച്ചതാവട്ടെ തന്നെ, അതില്ല. ഒരു ബന്ധനമില്ല, ഒരടിസ്ഥാനമില്ല. അയുക്തനാണ്, അസമാഹിതനാണ്. ഒരു മനസ്സിന് യാതൊരു അടക്കവും ഇല്ല. പ്രാകൃത, പ്രാകൃതൻ. പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി വശകൻ. എന്താണോ ഇന്ദ്രിയങ്ങൾ പ്രേരിപ്പിക്കുന്നത്, പ്രലോഭിപ്പിക്കുന്നത്, അത് ചെയ്യുന്നു. എന്തൊക്കെ മനസ്സിൽ തോന്നണം അതൊക്കെയാണ് ചെയ്തു കൂട്ടുക. അത്രയേ ഉള്ളൂ. അങ്ങോട്ട് നോക്കിക്കോളൂ, അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഇങ്ങോട്ട് നോക്കി, ഇത്രയേ ഉള്ളൂ. ഒരു നിയന്ത്രണമില്ല. പ്രകൃതി വശകൻ, സ്വയം നിയന്ത്രണമില്ലാത്ത അസംസ്കൃതൻ. സ്തബ്ധ, സ്തബ്ധൻ. സ്തബ്ധൻ എന്ന് പറഞ്ഞാൽ ഈ സ്തംഭം പോലെ നിൽക്കുന്നവൻ. സ്തംഭം, തൂണ്, തൂണ് പോലെ, ഒരു പ്രശ്നമില്ല. തൻ്റെ ചുറ്റുപാട് ആർക്കൊക്കെ എന്തൊക്കെ ദുഃഖങ്ങളും ക്ലേശങ്ങളും ഉണ്ടെങ്കിലും ഒന്നും തന്നെ ഒരു പ്രയാസമില്ല. സ്തബ്ധ. ആരുടെ മുമ്പിലും ആദരവില്ല. ആദരിക്കേണ്ടവരെ ആദരിക്കാൻ പഠിക്കണം. അമ്മയെ ആദരിക്കണം, അച്ഛനെ ആദരിക്കണം, ഗുരുജനങ്ങളെ ആദരിക്കണം. സ്തബ്ധൻ ആരുടെ മുമ്പിലും പ്രത്യേകിച്ച് ആദരിക്കുന്നൊന്നുമില്ല. ഒരു നമിക്കുക എന്ന സ്വഭാവം അവനില്ല. ആരുടെ എന്ത് ദുഃഖങ്ങൾ ക്ലേശങ്ങൾ കണ്ടാലും അവന് യാതൊരു ഇളക്കവും ഇല്ല, ഒരു പ്രശ്നവുമില്ല. സ്തബ്ധ. പലപ്പോഴും ഈ സ്തബ്ധ സ്വഭാവം നമ്മളെ സമൂഹത്തിൽ നിന്ന് കൂടുന്നുവോ? ചിന്തിക്കുക. വീട്ടിലൊരു കുട്ടി എന്തെങ്കിലും കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടി വിയിൽ കാർട്ടൂൺ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മുതിർന്ന ഒരാൾ മുറിയിലേക്ക് വന്നപ്പോൾ സോഫയിൽ നിന്നൊന്നും അനങ്ങുന്നു പോലുമില്ല, അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ തല കുനിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കയ്യിൽ ഞെക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകം മുഴുവനുമായി ബന്ധപ്പെടുന്നു, പക്ഷെ അടുത്തുള്ള ആളുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ഞാൻ വാട്സപ്പിലൂടെ ലോകം മുഴുവൻ ബന്ധപ്പെടുക. അമേരിക്കയിലുള്ള ആളുമായിട്ടാണ് ഞാൻ ബന്ധപ്പെടുന്നത്. എൻ്റെ കൈ രണ്ടും ഇതിൻ്റെ ഉള്ളിലാണ്, തല കുനിഞ്ഞിരിക്കുന്നു, അടുത്ത് വന്ന ആളെ ഞാൻ കാണുന്നില്ല. സ്തബ്ധ, സ്തബ്ധനാണ്. വളരെ അപകടകരമായൊരു വിഷയമാണ്. ഇന്നിപ്പോ ബഹുരസാണ്. ഓരോരോ അതിഥികൾ പല വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോഴത്തെ വീട്ടുകാരുടെ മൊബൈൽ വന്ന് അവൻ വീട്ടുകാരുടെ മൊബൈലുമായിട്ട് സംസാരിച്ചു. പോയ അതിഥിക്ക് അപ്പോഴത്തേക്ക് മൊബൈൽ ഫോൺ വന്ന് അവൻ അതുമായിട്ട് സംസാരിച്ചു. അവിടെ നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ വെച്ചാൽ പിന്നെ എന്തിനാ വീട്ടിൽ പോകാൻ വരികയൊക്കെ ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ പറഞ്ഞത് ശരിയല്ലേ? അത്യാവശ്യമായിട്ട് അവിടെ സംസാരിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഇത് മണി അടിക്കാതെ പാട്ട് പാടുക, വർത്താനം പറയുക, പേര് വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ തന്നെ അതെടുത്ത് സംസാരിച്ചു. പിന്നെ അതുമായിട്ടാണ് ഞാൻ മറ്റൊരാളുടെ വീട്ടിൽ പോയതാണ്, അയാളോട് സംസാരിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന് അയാൾക്കും ഇല്ല. എൻ്റെ വീട്ടിലൊരാൾ വന്നിരിക്കുകയാണ്, വന്നാളോട് സംസാരിക്കേണ്ടതാണെന്ന് അയാൾക്കും ഇല്ല. ഇതെപ്പോൾ തുടങ്ങിയതാ ഈ രോഗമൊക്കെ? ഇങ്ങനെയൊക്കെ ആയിരുന്നോ നമ്മൾ? ചിന്തിക്കുക. നാളെ ഒരാൾ ആശ്രമത്തിൽ വന്നു, നമ്മൾ വളരെ തിരക്കിട്ട പണി ചെയ്തുകൊണ്ടിരിക്കുക, വളരെ തിരക്കിട്ട പണിയാണ്. ഇത് കാണാൻ വേണ്ടി വന്നതാ. വളരെ തിരക്കിലാണ് കേട്ടോ, എന്നാലും സംസാരിക്കാം, അല്പനേരേ ഉള്ളൂ. അപ്പോൾ ഇയാൾക്ക് ഫോൺ വന്നു, ഇയാളത് സംസാരിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും വന്നു, വീണ്ടും സംസാരിച്ചു. 10-15 മിനിറ്റ് നമ്മൾ ഇയാളെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ആ സ്വാമി പിന്നെ ഒന്നുമില്ല, ഞാൻ പോയിട്ട് വരുമോ? അല്ലാണ്ട് സമയം കഴിഞ്ഞു, അല്ലാണ്ട് അയാൾ വലിയ സമയം കൊടുക്കാൻ പറ്റുമോ? പോയിട്ട് വരൂ. ആ 15 മിനിറ്റ് നേരം അയാൾക്ക് എന്താ പറയണെന്ന് വെച്ചാൽ പറയാനും കേൾക്കാനും സന്നദ്ധനായിട്ട് നമ്മളെല്ലാ പണിയും മാറ്റി വെച്ചിരുന്നു. ഈ 15 മിനിറ്റും അയാൾക്ക് ഫോൺ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അയാൾ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാമിക്ക് ഒരു പണിയില്ലാത്ത ആള്, പിന്നെ സ്വാമി എനിക്ക് വേണ്ടി അത് നടപ്പില്ല, സാധ്യമല്ല. പോയിട്ട് വരും, സന്തോഷം, നിങ്ങൾക്ക് വെച്ച സമയം കഴിഞ്ഞു.
അല്ല സ്വാമി, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ കുറെ നേരം. ചിലപ്പോൾ അയാൾ പുറത്ത് പോയി പറയും ചിദാനന്ദപുരി സ്വാമി മഹാദുഷ്ടനാട്ടോ, ഒരു വൃത്തികെട്ട ആളാണ്, അയാൾ എന്ത് പറഞ്ഞാലും നമുക്ക് കൊള്ളാം, അയാൾക്ക് മാത്രം തിരക്ക്, നമുക്കൊരു തിരക്കും ഇല്ല. അത് പറ്റുമോ? വ്യവഹാരം ശീലിക്കുക. പൊതുവെ നമ്മുടെ കുട്ടികൾ ഇന്ന് സ്തബ്ധന്മാരായി വരുന്നത് കണ്ടില്ലെന്ന് നടിക്കരുത്. ലോകവുമായി മുഴുവൻ ബന്ധപ്പെടുന്ന നമ്മൾ നമ്മുടെ സമീപവും വ്യവഹാരവും മറന്നുപോകുന്നു, സ്തബ്ധന്മാരായി പോകുന്നു. അങ്ങനെ താമസികന്മാരായി കഴിഞ്ഞാൽ അതിന്റെ പരിണാമം മോഹമാണ്. ശരിയും തെറ്റും തിരിച്ചറിയാത്ത മോഹത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടും. സ്തബ്ധ. വളരെ ശ്രദ്ധേയമായൊരു ആവശ്യം ഇപ്പോഴത്തെ മാർപ്പാപ്പ ഈ അടുത്ത് 2-3 പ്രാവശ്യമായിട്ട് ചെയ്തു. അദ്ദേഹം യുവാക്കളോട്, യുവജനങ്ങളോട് പറഞ്ഞു, ദയവ് ഇത് മക്കളെ, ഇതിനടിമയാവല്ലോ നിങ്ങൾ. ഐഫോൺ മാറ്റി വെക്കൂ, മുമ്പിലുള്ളവന്റെ നേർക്ക് നിന്റെ ഐ പതിയട്ടെ. അതെ, 2 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കണ്ണീരണിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഈ വിഷയം. കാരണം ലോകത്തിന്റെ വിപരീത ഗതി കാണുന്നവർക്ക് മനസ്സിലാവും. ഇതൊരു തരത്തിലുള്ള സ്തബ്ധത്വം വന്നാൽ എല്ലാ തരത്തിലും സ്തബ്ധത്വമായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളൂ. റോഡിൽ നടക്കുന്ന രീതിയായാലും, വാഹനം വരുമ്പോൾ മാറുന്ന രീതിയായാലും, മറ്റുള്ളവരുമായി താൻ എങ്ങനെ പങ്കുവെക്കണം സാമൂഹിക ബന്ധങ്ങളെ എന്നുള്ള രീതിയായാലും, മുതിർന്നവരോട് പെരുമാറുന്ന രീതിയായാലും ഒക്കത്തിലൊരു സ്തബ്ധത്വം വരുന്നു. ചിന്തിക്കുക, എനിക്ക് എന്റെ വഴി, എനിക്ക് എന്റെ കാര്യം, മറ്റൊരാളുടെ ഒന്നും ഒരു പ്രശ്നമല്ല. താമസികനാണ്. ഷഠൻ എന്ന് പറഞ്ഞാൽ അതിന് തർജ്ജമ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. നമ്മൾ ഷാഠ്യം, ഷഠൻ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഭഗവാൻ ഭാഷ്യകാരൻ ഷഠൻ എന്നുള്ളതിന് അർത്ഥം പറയുമ്പോൾ മായാവി എന്ന് പറയും. മായാവി എന്താന്ന് അങ്ങനെ പറഞ്ഞെന്നറിയില്ല. കാരണം ഷഠൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മായാവി എന്നല്ല അർത്ഥം. ഒരു ഷഠനായിട്ടുള്ള വെച്ചാൽ എന്താ പറയുക, ഷഠൻ തന്നെ. ഷഠന്താ കാരണം ഷാഠ്യം എന്നൊക്കെ നമ്മൾ ഷഠന്റെ ഭാവത്തെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. അതാണ് മുയലിന് കൊമ്പുണ്ടടേ, അതൊന്നും ചോദ്യമില്ല. അങ്ങനെ തന്നെയാണ് ഷഠ സ്വഭാവം. മറ്റൊരാൾ പറയുന്നത് അയാൾ കേൾക്കുന്നില്ല, അയാൾക്ക് അറിയില്ല, അത് പോട്ടെ, എന്നാ വേറൊരാൾ പറയുന്നത് കേൾക്കണ്ടേ, അതുമില്ല. ഇതാണ് ഷഠ സ്വഭാവം. പക്ഷെ ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ മായാവി എന്ന് പറയുന്നു. മായാവി എന്ന് പറഞ്ഞാൽ പുറമെ ഒരു പ്രകാരം തന്നെ പ്രദർശിപ്പിച്ച് ഉള്ളുകൊണ്ട് വേറെ പരിപാടി ഒപ്പിക്കുന്നവനാണ് മായാവി. ബഹിരന്യഥ ആത്മാനം പ്രകടീകൃതി അന്യദൈവ വർത്തനം. അതാണ് മായാവിത്വം. ഉള്ളിലൊരു ജാതി ഉണ്ടാവും, പുറത്ത് വേറെ ജാതി കാണിക്കും. നൈഷ്കൃതിക എന്ന് പറഞ്ഞാൽ ചെയ്തതിനെ തന്നെ നശിപ്പിക്കുന്നവൻ. അവനവൻ ചെയ്തതിനെയും മറ്റുള്ളവർ ചെയ്യുന്നതിനെയും നശിപ്പിക്കും അവൻ. അവന്റെ വിവരമില്ലായ്മ കൊണ്ട്, അവന്റെ ആലോചനാശൂന്യത കൊണ്ട് അവൻ തന്നെ കഷ്ടപ്പെട്ട് ചെയ്തതിനെയും മറ്റുള്ളവർ ചെയ്യുന്നതിനെയും അവൻ നശിപ്പിക്കും. നൈഷ്കൃതിക. നമുക്ക് ഒരു വിചിത്ര സ്വഭാവമുള്ള ഒരു അമ്മയെയും മകളെയും പരിചയപ്പെട്ടിരുന്നു. ഒരു കുറച്ച് ദിവസം ആശ്രമത്തിലുണ്ടായിരുന്നു. കുറച്ച് ദിവസമല്ല, കുറച്ച് ആഴ്ചകൾ തന്നെ ഉണ്ടായിരുന്നു. ഈ അമ്മ ഒരു ആസ്മ രോഗിയാണ്. ഒറ്റയ്ക്കുള്ളൂ. അമ്മയ്ക്ക് മോൾക്ക് അമ്മയുള്ളൂ, വേറെ ആരുമില്ല. കഷ്ടപ്പെട്ട് മകളുടെ കല്യാണാലോചന നടത്തും.
മകള് വലിയ വിദ്യാഭ്യാസമുള്ളവളാണ്, വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവളാണ്. വളരെ കഷ്ടപ്പെട്ട് മകളുടെ വിവാഹാലോചന ഈ അമ്മ പാവം പോയി അവിടെ എവിടെയും പോയി. പറ്റുന്നൊരു ബന്ധം വേണ്ടേ? ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? കാരണം അച്ഛനായിട്ടും അമ്മയായിട്ടും താൻ തന്നെയുള്ളൂ. എത്ര കഷ്ടപ്പെടുന്നറിയാം അമ്മ. അങ്ങനെ ഒരു കല്യാണാലോചന സെറ്റായി വരും. ഏകദേശം ഒക്കെ ആയി നിശ്ചയത്തിന്റെ അടുത്തെത്തുമ്പോൾ ഈ അമ്മ ചെറുക്കനോട് പറയും, മോനെ, സംഗതി എൻ്റെ മോള് തന്നെയാണ്. പക്ഷെ ഞാൻ നീയായിട്ട് പരിചയപ്പെട്ടത് കൊണ്ടും നിന്നോടൊരു സ്നേഹം തോന്നിയത് കൊണ്ടും പറയുകയാണ്, എൻ്റെ മോള് കുറച്ച് മോശമാണ്, സ്വഭാവം കുറച്ച് മോശമാണ്. അത് അത് പിന്നെ ഉണ്ടാവില്ല. പിന്നെ ആരോ നിൽക്കുക കല്യാണത്തിന്. ഇത് കഴിഞ്ഞ് അമ്മ കരച്ചിലും പിടിച്ചിലും ബഹളമായിട്ട് എൻ്റെ മോളുടെ കല്യാണം നടന്നില്ല, എന്ത് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരയും. ഇത് കഴിഞ്ഞ് വീണ്ടും പാവം ഒരുങ്ങി പുറപ്പെട്ട് അവിടെ എവിടെയൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ട് പറ്റിയൊരു ബന്ധം കണ്ടെത്തും. അതിന് വലിയ സാമർഥ്യം അവർക്ക്. അത് ഏകദേശം സെറ്റായി വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ അവർ തന്നെ നേരിട്ട് പറയും, അല്ലെങ്കിൽ ഉമ്മക്കത്തെഴുതും, ഈ കുട്ടി ഇത്ര നല്ലതല്ല എന്നുണ്ട്, പല തോന്നിയാസമുണ്ട്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചൊരു മനഃശാസ്ത്രജ്ഞൻ ചില വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ആശ്രമത്തിൽ പറഞ്ഞയച്ചിരുന്നത്. നമ്മൾ ഈ മോളോട് പറഞ്ഞു, നിന്റെ കല്യാണം കഴിയണമെങ്കിൽ അമ്മ മരിക്കണം, അല്ലാണ്ട് നടക്കാൻ പോണില്ല, ഉറപ്പ്, അല്ലെങ്കിൽ നീ നിന്റെ പാട്ടിന് പോകണം, രണ്ടേ ഉള്ളൂ. അല്ലെങ്കിൽ കല്യാണം വേണ്ടാന്ന് വെക്കണം, വെൽക്കം ടു ഹോളി കമ്പനി, അതേ ഉള്ളൂ. ഏതായാലും പറഞ്ഞ പോലെ ഈ അമ്മ മരിച്ചു. 2 മാസം കൊണ്ട് മോളുടെ കല്യാണവും നടന്നു. സന്തോഷമായി ജീവിക്കുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കിയത്. ഇവിടെ ഈ അമ്മയെ നമുക്ക് കുറ്റം പറയാനൊക്കില്ല. കാരണം എൻ്റെ മകളുടെ സ്നേഹം മറ്റൊരാൾ പങ്കുവെക്കാൻ പാടില്ല, മറ്റൊരാൾക്ക് പങ്കുവെക്കപ്പെടരുത്. എൻ്റെ മകളുടെ സ്നേഹം എനിക്ക് മാത്രം. സ്നേഹത്തിന്റെ ആധിക്യമാണ്. പക്ഷെ ആ സ്നേഹം താമസിക സ്നേഹമാണ്, സാത്വിക സ്നേഹമല്ല. ഇങ്ങനെ നിരവധി പേരുണ്ട്. ഇന്നലെ വളരെ വളരെ വിഷമം പിടിച്ചൊരു കേസ് കൈകാര്യം ചെയ്യേണ്ടി വന്നിരുന്നു. മകന്റെ ഭാര്യയെ മകളായിട്ടോ മരുമകളായിട്ടോ മകന്റെ ഭാര്യയായിട്ടോ അംഗീകരിക്കാൻ പറ്റാത്ത ഒരമ്മ, അവരുണ്ടാക്കി തീർക്കണം കൊല്ലാപ്പം. അവണൊക്കെ പറഞ്ഞു കൊടുത്തു, അല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയും? സമാധാനമായിട്ട് പോയി ആ കുട്ടി, അത്രേ പറയാൻ പറ്റൂ. ചെയ്യണം എന്തൊക്കെയാന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല, പൊതുവേദി പറയാൻ കൊള്ളില്ല. അങ്ങനത്താണ് അമ്മ ചെയ്യണത്. സ്നേഹമില്ലായ്മ കൊണ്ടല്ല, അത് സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണ്. കാരണം എൻ്റെ മകന്റെ സ്നേഹം വേറൊരുത്തിയായി പങ്കുവെക്കപ്പെടരുത്. എൻ്റെ മകന്റെ സ്നേഹം എന്നോട് മാത്രം. അതിന് എന്തൊക്കെയാ അവർ ചെയ്യാന്ന് കണക്കില്ല. ഇത് വലിയ പ്രശ്നമാണ്. അപ്പോ ഇതാണ് നൈഷ്കൃതിക. താൻ തന്നെ ചെയ്തതിനെ താൻ തന്നെ ഇല്ലാണ്ടാക്കുക, മറ്റുള്ളവർ ചെയ്തതിനെ താൻ ഇല്ലാണ്ടാക്കുക. ഇതൊരു കർത്തൃദോഷമാണിത്. ഇത് താമസിക ഭാവമാണ്. അവരെ നമ്മൾ ദുഷ്ടന്മാരെന്നൊന്നും വിളിച്ചേക്കരുതേ. ഒരു പല ദുഷ്ടതയും ചെയ്യും. മകൾ ഉണ്ടാക്കണ കറിയിൽ കൊണ്ടുപോയിട്ട് മുളകോ ഉപ്പോ ഇടാനൊക്കെ അവർ നല്ലോണം മെനക്കെടും, പല പണിയും ചെയ്യും. പക്ഷെ ദുഷ്ടന്മാരെന്ന് വിളിച്ചേക്കരുത്. മാനസിക പ്രശ്നമായി, താമസിക കർത്താവ് ആ പ്രശ്നം. നൈഷ്കൃതിക. അലസഹ, അലസൻ, ഒരു പണിയും ചെയ്യാനില്ല, അങ്ങനെ അലസനായിരിക്കുക. നമുക്കറിയാം ആലസ്യം എന്നുള്ളത്. വിഷാദി ദീർഘസൂത്രീച്ച, വിഷാദിച്ചിരിക്കുന്നവൻ. അയ്യോ, എനിക്കത് സാധിച്ചില്ലല്ലോ, എനിക്കിത് സാധിച്ചില്ലല്ലോ, എനിക്ക് അങ്ങനെ സാധിച്ചില്ലല്ലോ, അന്ന് ഞാൻ ഇരുന്ന് പഠിക്കണം എന്ന് വിചാരിച്ചതാ, സാധിച്ചില്ലല്ലോ. എടേ, നീ ഇപ്പൊ ഇരുന്ന് പഠിക്കടേ. പലർക്കും രാവിലെ 4 മണിക്ക് എണീറ്റ് പഠിക്കണം എന്ന് വിചാരിച്ചതാണ് സ്വാമി, ഉറങ്ങിപ്പോയി 6 മണി വരെ, എന്ത് ചെയ്യും? വിഷാദിച്ചിരിക്കടേ. നീ ഇപ്പൊ 6 മണിക്ക് ഉണർന്നില്ലേ? അരമണിക്കൂറാണ്, അരമണിക്കൂർ പഠിക്കേ. ഞാൻ അത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, അത് നടന്നില്ല. ഇങ്ങനെ വിഷാദിച്ചിരിക്കുക ധാരാളം പേര് നമുക്ക് കാണാൻ പറ്റും. ദീർഘസൂത്രീച്ച,
ദീർഘസൂത്രത്വം. നാളെ ഞാൻ അത് ചെയ്യും, മറ്റന്നാൾ ഇത് ചെയ്യും, അതിൻ്റെ പിറ്റേന്ന് ഇങ്ങനെ ചെയ്യും. ഇതിങ്ങനെ കണക്കൂട്ടിരിക്കുക. എന്താ ചെയ്യണം? ഒരു വസ്തു ചെയ്യില്ല, അത് വേറെ കാര്യം. അവൻ്റെ സംഗതി ഇതേ ഉള്ളൂ, ദീർഘപ്രസാരണം ചെയ്യാം. ചെയ്യാനുള്ള കർത്തവ്യങ്ങളെ ദീർഘപ്രസാരണം ചെയ്യാം. അതിൻ്റെ കുഴപ്പ ദീർഘസൂത്രത്വം. ദീർഘസൂത്രി അത്യന്ത മോഹഗ്രസ്തനായി തീരുന്നു. മഹാഭാരതത്തിൽ ഒരു ദീർഘസൂത്രിയെ വരച്ചു കാണിച്ചിട്ടുണ്ട്. ഒരാള് ഉള്ള പൈസയൊക്കെ സ്വരൂപിച്ച് 2 കാളക്കുട്ടികളെ മേടിച്ചു. അവൻ്റെ പേരാണ് മങ്കി. മങ്കി ഇംഗ്ലീഷിലല്ല, സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിൽ എന്താ അർത്ഥം ചോദിച്ചേക്കരുത്, ഒരാളുടെ പേര്, ഇത്രയേ ഉള്ളൂ. അർത്ഥം എന്താണെന്ന് ചോദിച്ചേക്കരുത്, ഒരാളുടെ പേരാണ് മങ്കി. അപ്പം മങ്കിയുള്ള പൈസയൊക്കെ കൊണ്ട് സ്വരൂപിച്ച് 2 കാളക്കുട്ടികളെ മേടിച്ച് നല്ല ശാപ്പാടൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തുകയാണ്. അങ്ങനെയൊക്കെ നല്ല ഉഷാറായിട്ട് വന്നു മക്കള്. വണ്ടി വലിക്കുകയാണെങ്കിലും കരി ഉഴുകയാണെങ്കിലും നുകം കെട്ടി ശീലിപ്പിക്കണം. അതിന് അഭ്യാസം വേണം. 2 ആണെങ്കിലും വണ്ടി വലിക്കാൻ വെച്ചാൽ കൂടുതൽ അഭ്യാസം വേണം. അപ്പൊ ഇയാള് ഈ 2 കാളയ്ക്ക് നുകം കെട്ടി ഇങ്ങനെ നടത്തുകയാണ്. ശീലിപ്പിക്കുക, പരിശീലനമാണ്. നല്ല അഭ്യാസം വന്നാലേ വണ്ടി വലിപ്പിക്കാൻ പറ്റൂ. നല്ല അഭ്യാസം വന്നാലേ കരി ഉഴാൻ പറ്റൂ. അങ്ങനെ ഇയാൾ ഇതിനെ കൊണ്ട് നടക്കുമ്പോൾ ദീർഘസൂത്രത്വമാണ്. ഇപ്പോൾ ഇവർ നല്ല ആരോഗ്യമുണ്ട്, ഞാൻ പോറ്റിയനൊക്കെ നല്ല ഒരു സുഖമായിട്ടുള്ള ആരോഗ്യമുണ്ട്. അപ്പോൾ ഇത് ഏറെ താമസിയാതെ ഒരു വണ്ടിക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ വണ്ടിക്ക് പൂറ്റിയാൽ എനിക്ക് ഇത്ര രൂപ വെച്ച് ഒരു ദിവസം കിട്ടാൻ സാധ്യത ഉണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇത്ര രൂപയാവും. അതിലിപ്പോൾ എത്ര രൂപ ഞാൻ ചെലവിനെടുത്താൽ ബാക്കി ഇത്ര ഉണ്ടാവും. അപ്പം അങ്ങനെയാകുമ്പോൾ ഒരു 2 മാസം കൊണ്ട് എനിക്ക് പുതിയ 2 എണ്ണത്തിനെ വാങ്ങാം. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അതിന് ഇതിനേക്കാൾ കിട്ടും. ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഇത് വഴിയിലൂടെ അങ്ങ് നടന്നു പോവുകയാണ്. ഇപ്പോൾ റോഡിൽ ഒരു ഒട്ടകം വിശ്രമിക്കുന്നുണ്ട്. ഈ കാളക്കുട്ടികൾ അപ്പുറത്തു കൂടെ ഇപ്പുറത്തു കൂടെയും പോയി ഒട്ടകത്തിൻ്റെ. ഉടനെ ഒട്ടകം പേടിച്ചൊരൊറ്റ എഴുന്നേൽക്കല്. ബാക്കി പറയണ്ടല്ലോ, ഇത്ര പറഞ്ഞാൽ മതിയില്ല. നുകം കെട്ടിയ കാളക്കുട്ടികളാ. ഒട്ടകത്തിന്റെ അപ്പുറത്തു കൂടെ ഇപ്പുറത്തു കൂടെ അവർ പോയി. ഒട്ടകം ഭയപ്പെട്ട് ചാടി എഴുന്നേറ്റു. ഇപ്പൊ എന്താ സ്ഥിതി? ഒട്ടകം അതിന്റെ കഴുത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു വടി, അതിന് 2 അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നു കാളക്കുട്ടികൾ. അവർ പൊട്ടയ്ക്കാൻ തുടങ്ങി, ശ്വാസം മുട്ടിയിട്ട്. ഒട്ടകം പരിഭ്രമിച്ച് ഓടാനും തുടങ്ങി. ഒട്ടകം ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ? 2 ചത്തു. 2 കാളക്കുട്ടികളും ചത്തു. തൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയി. മങ്കി താടിക്ക് കൈ കൊടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, കാമ ജാനാമി തേ മൂലം സങ്കൽപ്പാത്വം ഹി ജായസേ നത്വാം സങ്കൽപ്പയിഷ്യാമി തേനമേന ഭവിഷ്യസി. ഹേ കാമ, നീ എവിടുന്ന ഉണ്ടാവണമെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. സങ്കൽപ്പത്വം ഹി ജായസേ, നീ സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നു. നത്വം സങ്കല്പയിഷ്യാമി, നിന്നെ ഞാൻ സങ്കല്പിക്കാൻ പോണില്ല. തേനമേന ഭവിഷ്യസ്, അതുകൊണ്ട് നീ എനിക്കുണ്ടാവില്ല എന്ന് വലിയൊരു തത്വചിന്ത മങ്കിയിരുന്ന് ചെയ്തു. സ്വയം സമാധാനിച്ചു. അതുകൊണ്ട് കാമൻ ഒരിക്കലും എന്നെ ബാധിക്കില്ല, നീ എനിക്ക് കാമം ഉണ്ടാവില്ല എന്നങ്ങോട്ട് നിശ്ചയിച്ചു. എന്തുകൊണ്ട്? സങ്കല്പത്തിൽ നിന്നാണ് കാമം ഉണ്ടാവുന്നത്. അതെ, സങ്കല്പത്തിൽ നിന്നാണ് കാമം ഉണ്ടാവുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവെ കണ്ടു സങ്കല്പിക്കാൻ തുടങ്ങുകയാണ്. കൊള്ളാലോ, തിരക്കേടില്ലല്ലോ, അത് കാമമായി. തത്വം സങ്കല്പയിഷ്യാമി, നിന്നെ ഞാൻ സങ്കല്പിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നീ എനിക്കുണ്ടാവില്ല എന്ന് പ്രസിദ്ധമായ മങ്കി ഗീതയാണിത്. മങ്കി ഗീത വരുന്നത് മഹാഭാരതത്തിലാണ്. പക്ഷെ മങ്കിക്ക് ഗീത പറയാൻ തൻ്റെ 2 കാളക്കൂട്ടി ചാവേണ്ടി വന്നു. ഇതാ താമസിക കർത്താവിൻ്റെ ഫലം, ദീർഘസൂത്രത്വം. അപ്പോൾ നമുക്ക് സുഖമാണ് കർമ്മത്തിലൂടെ വേണ്ടതെങ്കിൽ 2 വിഷയം ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മുടെ കർമ്മവും സാത്വികമാവുക, കർത്താവും സാത്വികമാവുക. കർമ്മവും കർത്താവും സാത്വികമാകുമ്പോൾ സുഖം പരിണാമമായി വരും.
അപ്പൊ ഇത് ശരിക്കും ഈ വകയെ അപഗ്രഥിക്കുമ്പോൾ നമ്മളിൽ രാജസിക കർത്താവും താമസിക കർത്താവും ഒക്കെ കുറച്ച് കുറച്ച് ഇടകലർന്നിട്ടുണ്ടാവും. അതിന് വിരോധമില്ല, അതിന് വിരോധമില്ല. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ സ്വയം ശപിക്കരുത്, തന്നെ സ്വയം വില കുറഞ്ഞ് കാണരുത്. എൻ്റെ ഉള്ളിൽ താമസിക കർത്താവുണ്ടല്ലോ, ആവട്ടെ, അതിനെന്താ? അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ രാജസിക കർത്താവുണ്ടല്ലോ, ആവട്ടെ, അതിനെന്താ? പക്ഷേ ഞാൻ ബോധപൂർവമായ പരിശ്രമത്തിലൂടെ കർത്തൃ കർമ്മ ഫലഭേദങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ വിചാരം ചെയ്ത് എന്നെ സ്വയം ക്രമീകരിക്കും. എന്തുകൊണ്ടെന്നാൽ എന്നെ ക്രമീകരിക്കാനേ എനിക്ക് സാധിക്കൂ. ഈ ക്രമീകരണം സാധിക്കണമെങ്കിൽ നിഷ്പക്ഷമായി നോക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. അങ്ങനെ നമ്മളെ സ്വയം വിലയിരുത്തുക, എന്നിട്ട് കർമ്മവും കർത്താവും സാത്വികമാവുക. അപ്പോ നമ്മുടെ കർമ്മത്തിന്റെ ഫലം സുഖം എന്നുള്ള പരിണാമമാകും. ഇതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായി പറഞ്ഞാൽ. സംശയങ്ങളൊന്നും ഇല്ലാച്ചാൽ വിഷയം വേറെ ദിശയിൽ തുടരും. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അത് ചർച്ച ചെയ്യാം. ഇല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് കിടന്നാൽ പിന്നെ ഇതിപ്പോൾ 7 ദിവസം കൊണ്ടല്ല 700 ദിവസം കൊണ്ട് തീരില്ല. അത് വേറെ വിഷയം. കർമ്മം എന്നുള്ളത് വല്ലാത്തൊരു മേഖലയാണ്. ഗഹന കർമ്മണോ ഗതി. കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞത് ശ്രദ്ധിക്കുക. അത്ര കടലാസുണ്ട്, വരട്ടെ. കർമ്മത്തെക്കുറിച്ച് പല 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 തലങ്ങളിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കുകയാണ്.